Hi dears, welcome to your GSPS classes. I am Radhika. Gender, School and Society എന്ന ബുക്കിലെ 4th യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ നെയിം ഓഫ് ദ യൂണിറ്റ് ഈസ് സേഫ്റ്റി ഓഫ് ഗേൾസ് ആൻഡ് വിമൻ. ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് പാർട്ട്. സോ ഇൻട്രൊഡക്ഷൻ. അപ്പോ നമുക്കറിയാം, പേര് പോലെ തന്നെ നമ്മുടെ സേഫ്റ്റി അല്ലെ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Women make up about 50% of the world's population but lack equal rights in many countries. അല്ലെ, അതായത് ലോകത്തിന്റെ ഏകദേശം 50% സ്ത്രീകളാണ്, പകുതിയോളം സ്ത്രീകളാണ്. പക്ഷെ പല രാജ്യങ്ങളിലും അവർക്ക് ഈക്വൽ റെപ്രസെന്റേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, മാരേജ് ചോയ്സസ് ആൻഡ് വോട്ടിംഗ് ആർ ഓഫൻ റിസ്ട്രിക്റ്റഡ്. ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് ഇക്വാലിറ്റി കിട്ടാത്തത്? പല കാര്യങ്ങളിലും അവരെ പിന്തള്ളപ്പെടുന്നു. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം. ചില രാജ്യങ്ങളിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമില്ല, അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള അവകാശമില്ല, പിന്നെ അതുപോലെ ആര് വിവാഹം കഴിക്കണം എന്ന് പോലും അവരല്ല നിശ്ചയിക്കുന്നത്. പിന്നെ മാത്രവുമല്ല, ചില സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും ചില രാജ്യങ്ങളിൽ നൽകുന്നില്ല. ഡിസ്പൈറ്റ് ഗ്രോവിംഗ് വിമൻസ് എംപവർമെന്റ് മൂവ്മെന്റ്സ്, വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ഈസ് വൈഡ് സ്പ്രെഡ്. നമുക്കറിയാം, സ്ത്രീ ശാക്തീകരണം എന്ന് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് അല്ലെങ്കിൽ അതിക്രമങ്ങൾ അധികരിച്ചു വരുന്നുണ്ട്. Violence may be physical or psychological and affects women's confidence and self-worth. അപ്പൊ വയലൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ വെറും ഫിസിക്കൽ മാത്രം ആയിക്കൊള്ളണമെന്നില്ല, സൈക്കോളജിക്കലും ആവാം. മെന്റൽ ടോർച്ചറും ഈ പറഞ്ഞ പോലെ തന്നെ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ആണ്. അപ്പൊ അത് അവരുടെ കോൺഫിഡൻസിനെയും അതുപോലെ തന്നെ ആ സെൽഫ് റെസ്പെക്റ്റിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട് സ്ത്രീകളുടെ. ദിസ് യൂണിറ്റ് ഡിസ്കസസ് ടൈപ്സ് ഓഫ് വയലൻസ്, സേഫ്റ്റി സജഷൻസ്, ലോസ് ആൻഡ് എഡ്യൂക്കേഷൻസ് റോൾ ഇൻ പ്രിവെൻഷൻ. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ തരം വയലൻസ് ഉണ്ട് സ്ത്രീകൾക്കെതിരെ, അതുപോലെ തന്നെ അതിനെതിരെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കണം, എന്തൊക്കെ നിയമങ്ങളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട്, ആൻഡ് എഡ്യൂക്കേഷൻസ് റോൾ അല്ലെ, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇൻ പ്രിവെന്റിങ് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ. എന്താണ് സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? refers to acts causing physical or psychological harm to women. അല്ലെ, അതായത് മെന്റലി ഓർ ഫിസിക്കലി ഉള്ള ഒരു ഉപദ്രവം, അതിനെയാണ് നമ്മൾ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ എന്ന് പറയുന്നത്. ഇൻക്ലൂഡ്സ്, അതിൽ എന്തൊക്കെ ഉൾപ്പെടും? ത്രെറ്റ്സ്, coercion and liberty deprivation both in public and private life. അല്ലെ, അതുപോലെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ നിരന്തരം ശല്യപ്പെടുത്തുക, അവരുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കാതിരിക്കുക, അതായത് പ്രൈവറ്റ് ലൈഫ്, ഡൊമസ്റ്റിക് ലൈഫ് ആയിക്കോട്ടെ പബ്ലിക് ലൈഫ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഉള്ള ഈ തരത്തിലുള്ള ഇൻക്ലൂഷൻസ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇന്റർലൂഡ്സ് അല്ലെ, അതിനെയൊക്കെയാണ് നമ്മൾ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ എന്ന് പറയുന്നത്. ഡിഫൈൻഡ് ബൈ ദി UN ആസ് ജെൻഡർ ബേസ്ഡ് വയലൻസ് കോസിംഗ് ഹാം ഓർ സഫറിങ്. അപ്പൊ UN എന്താണ് ഈ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കോസിംഗ് ഹാം ഓർ സഫറിങ് അല്ലെ, സ്ത്രീകളെ സഫർ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് അവരെ അനുഭവിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവം ഏൽപ്പിക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് എന്താ പറയാ നമ്മള് വയലൻസ് എന്നുള്ളത് കൊണ്ട് UN ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്ക് നേരിടേണ്ടി വരുന്ന എന്താ പറയാ ഉപദ്രവങ്ങളും അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങളുമാണ് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ അക്കോർഡിംഗ് ടു ദി UN. വയലൻസ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ അസോൾട്ട്, സെക്ഷൽ അബ്യൂസ് ആൻഡ് മെന്റൽ ടോർച്ചർ. അല്ലെ, അപ്പൊ നമുക്കറിയാം ഫിസിക്കൽ അസോൾട്ട് ശാരീരികമായിട്ടുള്ള പീഡനം, സെക്ഷൽ അബ്യൂസ് അല്ലെ, സെക്ഷൽ ആയിട്ടുള്ള പീഡനം, ആൻഡ് മെന്റൽ ടോർച്ചർ മാനസികമായിട്ടുള്ള പീഡനം, ചൂഷണം, ഇതൊക്കെ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ആണ്. aimed at controlling or punishing women, undermining their dignity and rights. എന്തിനാണ് ഈ സ്ത്രീകളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അവരുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിലയും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളേക്കും ഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത്. Violence committed in India against girls and women. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള വയലൻസ്? Crimes against women in India are doubled in the last decade. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ ഇരട്ടിയായിട്ടുണ്ട്, ഒരുപാട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്.
2.24 million crimes reported in 10 years. One complaint every 2 minutes. ഒരു all total 2.24 crimes അല്ലെ 10 വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ക്രൈമിന്റെ കണക്കാണത്. അത് കണക്കാക്കുമ്പോൾ ഓരോ 2 മിനിറ്റിലും ഒരു സ്ത്രീ വീതം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വീതം പീഡിപ്പിക്കപ്പെടുന്നു. NCRB predicted crime rate growth to exceed population growth by 2000. പിന്നെ നമുക്കറിയാം പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുന്തോറും ഈ ക്രൈം റേറ്റും കൂടുന്നുണ്ട്. വയലൻസ് വാരീസ് ബേസ്ഡ് ഓൺ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ എല്ലാ സൊസൈറ്റിയിലും എല്ലാ ക്ലാസ്സിലും ഒരുപോലെയല്ല ഈ വയലൻസ് നടക്കുന്നത്. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൊസൈറ്റി ഓർ ദ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. includes acid attacks, child marriage, domestic violence, dowry issues. നമുക്കറിയാം അല്ലെ, ആസിഡ് അറ്റാക്ക് വളരെ കോമൺ ആയിട്ട് വളരെ നടക്കുന്നതാണ്. ഇപ്പൊ ചൈൽഡ് മാരേജ് അല്ലെ, 18 വയസ്സിന് താഴെ ഇപ്പൊ അടുത്തൊരു ഇഷ്യൂ ഉണ്ടായി കാസർഗോഡ്. ചൈൽഡ് മാരേജ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് അല്ലെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ നടത്തുന്ന വയലൻസ് അഗൈൻസ്റ്റ് വിമൻ, ഡൗറി ഇഷ്യൂസ് ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന കുറെ ഇഷ്യൂസ് ആണ് ഇവയൊക്കെ. Then acid throwing. And first one, acid throwing. India is among the top dangerous countries for women. റോയിറ്റർ റിപ്പോർട്ട്, റോയിറ്റർ എന്ന് പറഞ്ഞ ന്യൂസ് ഏജൻസി, ബ്രിട്ടീഷ് ന്യൂസ് ഏജൻസിയാണ് റോയിറ്റർ. റോയിറ്റർ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അവരുടെ ഒരു കണക്കനുസരിച്ചിട്ട് സ്ത്രീകൾ ജീവിക്കാൻ പേടിക്കേണ്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. Okay, acid attacks are cruel as attacks to punish or teach lessons to women. എന്തിനാ ഈ ആസിഡ് ഒക്കെ സ്ത്രീകളുടെ മുകളിൽ ഒഴിക്കുന്നത്? അവരൊരു പാഠം പഠിപ്പിക്കണം, അവർ അനുഭവിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഈ ആസിഡ് അറ്റാക്ക് ഒക്കെ നടത്തുന്നത്. വിമൻ ഫ്രം ഓൾ ബാക്ക്ഗ്രൗണ്ട്സ് ക്യാൻ ബി വിക്ടിംസ്. ഒരു പ്രത്യേക മതവിഭാഗം എന്നില്ല, ഒരു പ്രത്യേക പ്രായം എന്നില്ല, എല്ലാ തരത്തിലുള്ള സ്ത്രീകളും ഈ രീതിയിലുള്ള ആസിഡ് അറ്റാക്സിന് വിക്ടിംസ് ആണ്. നിങ്ങൾ ഉയരെ എന്നുള്ള മൂവിയൊക്കെ കണ്ടിട്ടുണ്ട് വിചാരിക്കുന്നു. Acid is easily available, making this violence hard to control. പിന്നെ നമുക്കറിയാം ഈ ആസിഡ് വളരെ എളുപ്പമാണ്, ഇവർക്കൊക്കെ എങ്ങനെ ഇവർക്ക് കിട്ടുന്ന അറിയില്ല. നമുക്കറിയാം ലാബിലൊക്കെ ആസിഡ് വാങ്ങണമെങ്കിലൊക്കെ കുറച്ച് റിസ്ക് ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെ ആസിഡ് ത്രോ ചെയ്യുന്ന ആളുകൾക്ക്, ക്രിമിനൽസിന് ആസിഡ് കിട്ടാൻ ഇറ്റ്സ് വെരി ഈസി. സോ അതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കോസസ് പെർമനന്റ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡാമേജ്. സ്വന്തം മുഖം അങ്ങോട്ട് കേട് വന്നു കഴിഞ്ഞാല്, ഡാമേജ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ എന്താ പറയാ ഫിസിക്കൽ സൈക്കോളജിക്കൽ ഡാമേജ് ആണ്, പെർമനന്റ് ആയിട്ടുള്ള അല്ലെ. ഒരിക്കലും പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. കുറച്ച് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പെർമനന്റ് മാർക്ക് വിൽ ബി there in her physical and psychological life hereafter. Then child marriage. Illegal since 1860 but still practiced. 1860 മുതൽ നിയമം മൂലം പാസ്സാക്കിയതാണ് 18 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കല്യാണം കഴിപ്പിക്കരുതെന്ന്. പക്ഷെ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എസ്പെഷ്യലി ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനിലൊക്കെ വളരെ കൂടുതലാണ് ചൈൽഡ് മാരേജ്. യുനിസെഫ് റിപ്പോർട്ട്സ് 40% ഓഫ് വിമൻ ഏജ്ഡ് 20 to 24 were married before 18. അല്ലെ, അതായത് 47% സ്ത്രീകളും എന്താ ഇപ്പൊ ഇന്നത്തെ കാലത്ത് 20-24 വയസ്സിൽ ജീവിക്കുന്ന 47% സ്ത്രീകളും 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിഞ്ഞ ആളുകളാണ് എന്നാണ് യുനിസെഫ് പറയുന്നത്. 56% ചൈൽഡ് മാരേജസ് ഒക്കേർഡ് ഇൻ റൂറൽ ഇന്ത്യ. ഈ റൂറൽ ഇന്ത്യ അല്ലെ, അതായത് ഗ്രാമീണ മേഖലയിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. 56% അല്ലെ, ഇന്ത്യയിൽ നടക്കുന്ന ചൈൽഡ് മാരേജിന്റെ 56% റൂറൽ ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 40% ഓഫ് ഗ്ലോബൽ ചൈൽഡ് മാരേജസ്. ഇനി ലോകത്ത് നടക്കുന്ന ചൈൽഡ് മാരേജിന്റെ 40% സംഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. ഏർലി മാരേജ് എഫക്ട്സ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. അല്ലെ, ഇപ്പൊ ഏർലി മാരേജ് കൊണ്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അത് ആ പെൺകുട്ടിയുടെ ശരീരത്തെ അല്ലെങ്കിൽ ആരോഗ്യത്തെ ബാധിക്കുന്നു. പിന്നെ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഒരു ചാൻസ് നഷ്ടമാവുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് ജോലി ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ചെയ്യാമായിരിക്കാം. പക്ഷെ അതൊക്കെ ഈ ഒരു മാരേജ് എന്നുള്ള ഒരു ഹഡിൽ കൊണ്ട് സ്റ്റോപ്ഡ് ആയിട്ട് മാറുന്നു. ഡൊമസ്റ്റിക് വയലൻസ് അടുത്ത ഒരു ഹസാർഡ് അഗൈൻസ്റ്റ് വിമൻ ആണ് ഡൊമസ്റ്റിക് വയലൻസ്. അതായത് ഇൻക്ലൂഡ്സ് അബ്യൂസ് ഫ്രം ഫാമിലി മെമ്പേഴ്സ്, സ്പൗസ്, പാരന്റ്സ്, ഇൻലോസ് എറ്റ്സെട്ര. അല്ലെ, നമ്മുടെ പങ്കാളിയിൽ നിന്നോ പാരന്റ്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പാരന്റ്സിന്റെ അടുത്തുനിന്നോ ഒക്കെ ഉണ്ടാവുന്ന അബ്യൂസിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. കോമൺ ഫോംസ് എന്തൊക്കെയാ? അത് ബീറ്റിംഗ് അല്ലെ, അടിക്കുക, വെർബൽ അബ്യൂസ്, വഴക്ക് പറയാ, ലോക്കിംഗ് ഇൻ റൂംസ് അല്ലെ. ഇപ്പൊ നമ്മള് ആരെങ്കിലും ഇപ്പൊ പ്രേമിച്ചാലൊക്കെ സാധാരണ ഫിലിമിലൊക്കെ കാണാറില്ലേ, ലോക്ക് ചെയ്യുക, അതൊക്കെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ആൻഡ് ഫുഡ് ഡിനയൽ, ഇതെല്ലാം they are examples for domestic violence. Found across all
കൾച്ചേഴ്സ് ആൻഡ് ഇക്കണോമിക് ഗ്രൂപ്പ്സ്. ഇതിനങ്ങനെ സോഷ്യോ ഇക്കണോമിക് കൾച്ചറൽ ഗ്രൂപ്പ് ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. ഇത് എല്ലാ തരത്തിലുള്ള ഇക്കണോമിക് ക്ലാസിന്റെ ഇടയിലും എല്ലാ കൾച്ചറിലും എല്ലാ സൊസൈറ്റിയിലും കാണുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് ദിസ് ഡൊമസ്റ്റിക് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ എന്ന് പറയുന്നത്. വിക്ടിംസ് സഫർ സൈലന്റ്ലി ഡ്യൂ ടു സോഷ്യൽ പ്രഷർ. ഇനി ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു സ്റ്റിഗ്മ അല്ലെ, ഒരു നാണക്കേട് ഭയന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, ഇതൊന്നും പുറത്തു പറയാൻ പാടില്ലാത്തതാണ്. പിന്നെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ കുടുംബമായിരിക്കും നാണം കെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ അനുഭവിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ പല സ്ത്രീകളും മൗനം പാലിക്കുകയാണ്, ഈവൻ ആഫ്റ്റർ സഫറിംഗ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ്. ഓഫൻ അൺടിൽ റിപ്പോർട്ടഡ് ഡ്യൂ ടു ഫിയർ ഓഫ് സ്റ്റിഗ്മ. അല്ലെ, ഈ ഒരു സ്റ്റിഗ്മ എന്ന്, സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു നാണക്കേട്, അത് വിചാരിച്ചിട്ട് പല സ്ത്രീകളും ഇത് മൂടിവെക്കുന്നു. ഡൗറി മെനാസ്, അല്ലെ, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ നിയമം മൂലം നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്ത കാര്യമാണെങ്കിലും ഇപ്പോഴും സ്ത്രീധനം ആളുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്ഡ് ഇൻ 1961, ബട്ട് ഇഷ്യൂസ് പെർസിസ്റ്റ്. ഡൗറി റിലേറ്റഡ് വയലൻസ് ആൻഡ് സൂയിസൈഡ്സ് കണ്ടിന്യൂ. ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് സൂയിസൈഡ്സുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ. 1985 അമെൻമെന്റ് റിക്വയർഡ് ലിസ്റ്റിംഗ് ഓഫ് ഗിഫ്റ്റ്സ് ഫോർ 3 years. കല്യാണം കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തോളം ഒരു ഗിഫ്റ്റും ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ പാടില്ല. അത് നിയമം മൂലം പാസ്സാക്കിയതാണ് 1985 അമെൻമെന്റ്, അല്ലെ, ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ട്. ദ ലോ ഹാസ് ബീൻ ലിമിറ്റഡ് എൻഫോഴ്സ്മെന്റ് സക്സസ്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വിജയം കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടരുന്നുണ്ട്. സോഷ്യൽ കസ്റ്റംസ് ഓവർ പവർ ലീഗൽ റെസ്ട്രിക്ഷൻസ്. അതുപോലെ തന്നെ ഇതൊരു സൊസൈറ്റി, ഞങ്ങളുടെ കസ്റ്റം ഇങ്ങനെയാണ്, ഞങ്ങളുടെ ജാതിയുടെ കസ്റ്റമാണ്, ഞങ്ങളുടെ റിലീജിയന്റെ കസ്റ്റമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ നിയമത്തെ എതിർക്കുന്നു. ഞങ്ങൾക്ക് സ്ത്രീധനം കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കസ്റ്റത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പീപ്പിൾ ആർ ആസ്കിങ് ആൻഡ് ഓഫറിംഗ് ഡൗറീസ്. ഫീമെയിൽ ഇൻഫാന്റിസൈഡ് ആൻഡ് സെക്സ് സെലക്റ്റീവ് അബോർഷൻ. പിന്നെ വേറൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ഫീമെയിൽ ഇൻഫാന്റിസൈഡ്. അപ്പൊ പെൺകുട്ടികളെ ശൈശവ ദശയിൽ തന്നെ കൊന്നു കളയാം. അതുപോലെ തന്നെ സെക്സ് സെലക്റ്റീവ് അബോർഷൻ, ഭ്രൂണഹത്യ എന്നൊക്കെ നമ്മൾ പറയും. അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്തിട്ട് പെൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയാം. അതാണ് സെക്സ് സെലക്റ്റീവ് അബോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൽ ഫീമെയിൽ റേഷ്യോ ഇസ് ഡിക്ലൈനിങ്. 2011 സെൻസസ് ഷോസ് 952 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്, അല്ലെ. അപ്പോ ഇപ്പോഴും ഏകദേശം പകുതിയോളം സ്ത്രീകൾ വേണ്ടാണ്. അപ്പൊ 1000 പുരുഷന്മാർക്ക് എന്താണ് 1000 സ്ത്രീകളും വേണം, അല്ലെ. അപ്പൊ പക്ഷേ നമ്മുടെ സെൻസസ് അനുസരിച്ചിട്ട് 1000 പുരുഷന്മാരെടുത്തു കഴിഞ്ഞാൽ 952 ഫീമെയിൽസേ ഉള്ളൂ. അപ്പൊ ഈ പകുതിയോളം സ്ത്രീകൾ എങ്ങനെ ഇല്ലാതെയായത് ഇത് കൂടെയാണ്. ഫീമെയിൽ ഇൻഫാന്റിസൈഡ് ആൻഡ് സെക്സ് സെലക്റ്റീവ് അബോർഷനിലൂടെയാണ് അവർ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത്. ഫീറ്റിസൈഡ് ആൻഡ് ഇൻഫാന്റിസൈഡ് ആർ പ്രൈമറി കോസസ്, അല്ലെ. ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഭ്രൂണഹത്യ, ഇൻഫാന്റിസൈഡ് ശിശുഹത്യ. ഇതൊക്കെയാണ് സ്ത്രീകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഈ അവസ്ഥകളൊക്കെയാണ് ഈ ഒരു ഡിസ്പാരിറ്റിക്ക് കാരണം, അല്ലെ. അതായത് 1000 മെയിലിന് 952 ഫീമെയിൽസ് എന്നുള്ള രീതിയിൽ തുടരാനായിട്ട് കാരണം ഇതൊക്കെയാണ്. ട്രൈബൽ ഏരിയസ് ഷോ മോർ ബാലൻസ്ഡ് ആൻഡ് ജെൻഡർ റേഷ്യോസ്. ഈ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ട്രൈബൽ ഏരിയയിലാണ് കുറച്ചും കൂടെ സ്ത്രീകൾ കൂടുതലായിട്ടുള്ളത്. മേ ബി അവര് ഒരുപക്ഷെ അവർക്ക് ഈ സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അതൊന്നും പ്രോബ്ലം ഇല്ല. അതായത് സ്ത്രീകൾ ജനിച്ചാലും അല്ലെങ്കിൽ അവർക്കും അവരുടേതായിട്ടുള്ള റോൾ അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ കൾച്ചർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവിടെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആണ് the ratio between males and females. Abortions over 20 weeks are punishable under law. പിന്നെ നമുക്കറിയാം 20 ആഴ്ചയ്ക്ക് മുകളിലുള്ള അബോർഷൻ പണിഷബിൾ ആണ്. പക്ഷെ പലരും അത് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഈവ് ടീസിങ്, അതായത് സ്ത്രീകളെ കളിയാക്കുക. ഈവ് എന്ന് പറഞ്ഞാണല്ലോ ഹവ്വ എന്നുള്ള ഒരു അതിന്റെ ഒരു ഹവ്വേനെയാണ് നമ്മൾ ഈവ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് സ്റ്റോക്കിംഗ് റിമാർക്സ് ആൻഡ് ഹരാസ്മെന്റ് ഇൻ പബ്ലിക് സ്പേസസ്. അതായത് സ്ത്രീകളെ സ്റ്റോക്കിംഗ്, പിന്നാലെ നടക്കുക, അതുപോലെ തന്നെ അവരെ പറ്റി കമന്റ് പറയാ, വിചിത്രമായിട്ടുള്ള കമന്റ്സ് പറയാ, ഹരാസ്മെന്റ്സ്, അല്ലെ, പൊതുവായ സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ഹരാസ്മെന്റ്സ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ടീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് നമ്മൾ കമന്റ് പറയുകയൊക്കെ ചെയ്യില്ല, വായി നോക്കുക, അതൊക്കെ ഈ ടീസിങ്ങിന്റെ ഒരു ഭാഗമാണ്.
വൈഡ് സ്പ്രെഡ് ഇൻ സ്കൂൾസ്, കോളേജസ് ആൻഡ് വർക്ക് പ്ലേസസ്. അല്ലെ, സ്കൂളിലും കോളേജിലും വർക്ക് പ്ലേസസിലൊക്കെ ഈ ടീസിങ് ഈസ് വെരി കോമൺ ഈവൻ നൗ. ലീഡ്സ് ടു സൈക്കോളജിക്കൽ ട്രോമ ആൻഡ് ഈവൻ സൂയിസൈഡ്. ചില കുട്ടികൾ ഇത് പേടിച്ചിട്ട് സൂയിസൈഡ് വരെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രോമ അവർ അനുഭവിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇവരെ ഈ തരത്തിലുള്ള സംഘങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കൂടെ പോകാൻ അവർ പേടിക്കും. അങ്ങനത്തെ കുറച്ച് മെന്റൽ ട്രോമ വിൽ ഓൾസോ ബി ദെയർ. അഫക്ട്സ് എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഓഫ് വിമൻ. അപ്പൊ സ്കൂളിലും കോളേജിലും ഒക്കെ ഈ ഒരു അവസ്ഥ തുടർന്നു കൊണ്ടു കഴിഞ്ഞാൽ അവരുടെ കരിയറിനെ, എഡ്യൂക്കേഷനെ ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. നീഡ്സ് സ്ട്രിക്റ്റ് റെഗുലേഷൻ ആൻഡ് കൾച്ചറൽ ചേഞ്ച്. അപ്പൊ നമുക്കത് മാറ്റിയേ പറ്റൂ. അതിനായിട്ട് ഒരുപാട് സ്ട്രിക്റ്റ് ലോസ് നമ്മൾ ഇമ്പോസ് ചെയ്തേ പറ്റൂ. ഫാമിലി പ്ലാനിങ് ആൻഡ് റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ്. പിന്നെ നമുക്കറിയാം ഫാമിലി പ്ലാനിങ്ങിലും സ്ത്രീകൾക്ക് പങ്കുണ്ട്, പക്ഷെ അത് ആരും അനുവദിച്ചു കൊടുക്കുന്നില്ല. മെനി റൂറൽ വിമൻ ലാക്ക് കൺട്രോൾ ഓവർ റിപ്രൊഡക്ഷൻ. അല്ലെ, പ്രസവിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് സ്ത്രീ മാറുകയാണ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പ്രസവിച്ച് അവരുടെ ആരോഗ്യം പോവും, പിന്നെ ദാരിദ്ര്യം ആണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇതിനൊന്നും ഒരു ഫാമിലി പ്ലാനിങ്ങിന് സ്ത്രീക്ക് ഒരു റൈറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പല റൂറൽ ഏരിയകളിലും ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. ലിമിറ്റഡ് അവയർനെസ് ഓഫ് കോൺട്രാസെപ്ഷൻ ആൻഡ് ഫാമിലി പ്ലാനിങ്. അവർക്ക് കോൺട്രാസെപ്ഷൻ, അല്ലെ, ഗർഭനിരോധന മാർഗത്തെ പറ്റിയിട്ടോ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയിട്ടോ ഒന്നും അവർക്ക് അറിയുന്നില്ല, ബിക്കോസ് ദേ ആർ ലെസ് എഡ്യൂക്കേറ്റഡ്. സ്റ്റെറിലൈസേഷൻ ഈസ് വൈഡ്ലി പ്രൊമോട്ടഡ് എസ്പെഷ്യലി ഫോർ വിമൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പൊ വന്ധ്യംകരണം, ഇപ്പൊ പ്രസവം നിർത്തുന്നൊക്കെ പറഞ്ഞ സ്ത്രീകളിൽ അത് ചെയ്യുന്നുണ്ട്. 95% ഓഫ് ഫീമെയിൽ കോൺട്രാസെപ്ഷൻ ഇൻവോൾവ്സ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ അവർക്ക് കോൺട്രാസെപ്ഷൻ, ഗർഭനിരോധനം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഗർഭനിരോധനാണ്. ഓക്കെ, അതായത് നമ്മൾ പ്രസവം നിർത്തുക എന്ന് പറയില്ലേ, അതാണ് പല ആളുകൾക്ക്. അല്ലാതെ വേറെ മെത്തേഡ് ഉണ്ട് എന്നൊന്നും അവർക്ക് അറിയുന്നില്ല. നീഡ് ഫോർ ഇൻഫോംഡ് ചോയ്സ് ആൻഡ് ആക്സസ് ടു സേഫർ ഓപ്ഷൻസ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇതിനെ പറ്റി ബോധവാന്മാരാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. സേഫ്റ്റി ഓഫ് ഗേൾസ് ആൻഡ് വിമൻ. ഇനി സ്ത്രീകൾക്കും കുട്ടികൾക്കും എങ്ങനത്തെ സെൽഫ് ഡിഫൻസ് ടിപ്സ് ഒക്കെ കൊടുക്കാം, അല്ലെ, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. Women should train in self-defense, blocking, striking, shouting, etc. അല്ലെ, കരാട്ടെ, കുങ്ഫു, ഇതൊക്കെ പല സ്കൂളുകളിലും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും നമ്മളെ എന്താ പറയാ ഹാം ചെയ്യാൻ വന്ന അവരെ ബ്ലോക്ക് ചെയ്യുക, സ്ട്രൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുക, ഉറക്ക നിലവിളിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സെൽഫ് ഡിഫൻസ് ആണ്. പല രീതിയിലും നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു കഴിവില്ലാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട് ചില സമയങ്ങളിൽ. സോ യൂസ് ഇൻറ്റ്യൂഷൻ ടു സെൻസ് ആൻഡ് അവോയ്ഡ് ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. അല്ലെ, നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, എല്ലാ സ്ത്രീകളുടെ ഒരു കഴിവാണ് അത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി ഡേഞ്ചറസ് സിറ്റുവേഷൻസ് നമ്മൾ ഒഴിവാക്കുക. അവോയ്ഡ് അൺഫെമിലിയർ പ്ലേസസ് ഓർ അൺനോൺ കമ്പാനിയൻസ്. അറിയാത്ത സ്ഥലങ്ങളിൽ മിക്കവാറും പോവാതിരിക്കുക. അതുപോലെ തന്നെ അറിയാത്ത കമ്പാനിയൻസിനെ ഉണ്ടാക്കുക, അവരുടെ കൂടെ പോവാതിരിക്കുക. കമ്പാനിയൻസ് മീൻസ് ഫ്രണ്ട്സ്. ഡെവലപ്പ് ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് കോൺഫിഡൻസ് ത്രൂ എക്സസൈസ് ആൻഡ് സ്പോർട്സ്. അല്ലെ, സ്ത്രീ അബലയാണ്, ചപലയാണ്, എനിക്ക് അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ലാതെ നമ്മൾ സ്പോർട്സിലും അതുപോലെ തന്നെ വർക്ക്ഔട്ട് ഒക്കെ ചെയ്തിട്ട് കുറച്ച് സ്ട്രോങ് ആവുക. ഷെഡ് ദ ബിലീഫ് ഓഫ് ബീയിങ് വീക്ക് ആൻഡ് പ്രാക്ടീസ് അലേർട്ട്നെസ്. അല്ലെ, നമ്മൾ പാവാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ അറ്റാക്ക് ചെയ്യും, ഷുവർ, അല്ലെ, ഏത് രീതിയിലായാലും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അലേർട്ടഡ് ആവുക, ഹെൽത്തി ആവുക, സ്ട്രോങ് ആവുക. ദെൻ ഡിജിറ്റൽ എമർജൻസി ആൻഡ് സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി കോഷ്യസ് വിത്ത് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ. ഇതും ഇതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ പല ആളുകൾക്കും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ പുരുഷന്മാർക്കും ഇത് കുറച്ച് ബാധകമാണ്. ഹണി ട്രാപ്പ് ഒക്കെ വളരെ കോമൺ ആണ്, അല്ലെ. ആൻഡ് റിസ്ക് ഓഫ് ബ്ലാക്ക് മെയിൽ എക്സിസ്റ്റ്. ഇപ്പൊ വീഡിയോ കോൾ ഒക്കെ ചെയ്തറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവര് ഇതുപോലെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ട് അത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവർ മിസ്യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പറ്റി കോഷ്യസ് ആവാം. ഓക്കെ, എപ്പോഴും ജാഗ്രതയുള്ളവരാവാം. ക്യാരി പെപ്പർ സ്പ്രേ ഓർ ചില്ലി പൗഡർ ആസ് ബേസിക് ഡിഫൻസ് ടൂൾസ്. അല്ലെ, നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പെപ്പർ സ്പ്രേയും ചില്ലി പൗഡറും ഒക്കെ. അതൊക്കെ കൊണ്ടുപോവുക. ഡു നോട്ട് ഓവർലി റിലൈ ഓൺ പെപ്പർ സ്പ്രേ, ലേൺ മൾട്ടിപ്പിൾ ടെക്നിക്സ്. അല്ലെ, ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ കുങ്ഫു അതുപോലെ തന്നെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യുക. മെമ്മറൈസ് എമർജൻസി നമ്പേഴ്സ് ഓഫ് ഫാമിലി ആൻഡ് പോലീസ്. വീട്ടിൽ ആരുടെയെങ്കിലും ചിലപ്പോൾ മൊബൈലൊക്കെ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും കയറി അല്ലെങ്കിൽ ആരുടെയെങ്കിലും മൊബൈൽ വാങ്ങി നമുക്ക് ഡയൽ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ എമർജൻസി നമ്പേഴ്സ് ഒക്കെ ഓർമ്മിച്ച് വെക്കാം. വീട്ടിലെ ആരുടെയെങ്കിലും ഒക്കെ നമ്പർ മെമ്മറൈസ് ചെയ്ത് വെക്കാം. ലോക്ക് കാർ ഡോർസ് വെൻ ഡ്രൈവിംഗ് അലോൺ. അതുപോലെ തന്നെ കാറിന്റെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് വെക്കുക ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത്. Then social behavior and responsibility. Maintain respectful physical distance in conversations. Okay. അതായത് നമ്മള് മീൻസ് സ്ത്രീകൾ എസ്പെഷ്യലി പുരുഷന്മാരുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വെക്കുന്നത് നല്ലതാണ്. അപ്പോ
അപ്പം പല ആളുകളും പല രീതിയിൽ അതിനുള്ള എതിർക്കും. പക്ഷെ നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവോയ്ഡ് ഇൻഅപ്രോപ്രിയേറ്റ് ക്ലോസ്നെസ് വിത്ത് ദി ഓപ്പോസിറ്റ് ജെൻഡർ. പുരുഷന്മാരുമായിട്ടുള്ള ഒരു വല്ലാത്തൊരു ഇൻഅപ്രോപ്രിയേറ്റ് ക്ലോസ്നെസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. സ്റ്റേ കാം അലേർട്ട് ആൻഡ് യൂസ് പ്രസൻസ് ഓഫ് മൈൻഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. എപ്പോഴും നമ്മൾ ശാന്തരായിരിക്കുക, അലേർട്ട് ആയിരിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു എപ്പോഴും ഒരു ജാഗരൂകരായിരിക്കാം. ഓക്കെ, വിമൻ സേഫ്റ്റി ഈസ് എ ഷെയർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സ്ത്രീകളുടെ സേഫ്റ്റി എന്ന് പറഞ്ഞ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് സൊസൈറ്റിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. എംപവറിംഗ് വിമൻ ഹെൽപ്സ് നാഷണൽ ഗ്രോത്ത് ആൻഡ് ഡിഗ്നിറ്റി. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ എംപവർ ചെയ്യുക, ശാക്തീകരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ഒരു രാജ്യത്തിന്റെ ഉന്നമനത്തിനും അതിന്റെ ഒരു ഡിഗ്നിറ്റിക്ക്, അല്ലെ, അതിന്റെ ഒരു മാനാഭിമാനങ്ങൾക്കൊക്കെ. ദെൻ സേഫ്റ്റി ലോസ് ഫോർ വിമൻ ഇൻ ഇന്ത്യ. ഇനി എന്തൊക്കെ സേഫ്റ്റി ലോസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന്? വിമൻ ഫേസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈംസ്, ഹെൻസ് നീഡ് ഓഫ് സ്ട്രോങ് ലോസ്. നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഇന്ത്യയിലെ സ്ത്രീകൾ എന്ന്. അപ്പൊ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിയമങ്ങൾ തന്നെ വേണ്ടിവരും. Several laws have been enacted from 1850 onwards to protect women's rights. 1850 മുതൽ ഒരുപാട് നിയമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനായിട്ട്. Some laws ensure safety in marriage, property, divorce and workplace. അല്ലെ, അതായത് വിവാഹ നിയമങ്ങളിലായിക്കോട്ടെ, പ്രോപ്പർട്ടി, അല്ലെ, സ്വത്ത് അവകാശം, ഡിവോഴ്സ്, വർക്ക് പ്ലേസ്, അവിടെയൊക്കെയുള്ള സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളെല്ലാം. റിഫോംസ് were made over time to match changing needs of society. അതുപോലെ തന്നെ ഒരു സൊസൈറ്റി കാലാനുസൃതമായിട്ട് ഈ നിയമങ്ങൾ ചിലപ്പോൾ മാറേണ്ടതായിട്ടുണ്ടാവാം. Here are some key laws that ensures women's safety in India. ഇനി സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട് നമുക്ക് നോക്കാം. വിഡോ റീമാരേജ് ആക്ട് ഇൻ 1850. അതെന്താണ്? പേര് പോലെ തന്നെ ലീഗലൈസ് റീമാരേജ് ഓഫ് വിഡോസ്, അല്ലെ, വിധവ വിവാഹം, പുനർവിവാഹം. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് which was passed in 1861 provided benefits during maternity. അതായത് പ്രസവം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ മാത്രം കുറ്റമല്ല, അപ്പൊ അവരുടെ കരിയറിൽ ഉണ്ടാവുന്ന ഒരു ബ്ലോക്ക്, അല്ലെ, അപ്പൊ അത് ഇല്ലാതേക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്. അപ്പൊ അതിലൂടെ ആ ഒരു സമയത്തും അവർക്ക് ഇപ്പൊ ഗവൺമെന്റ് ജോബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി ലീവ് ഒക്കെ ഉണ്ട്, 6 months ഒക്കെ. ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഗവേൺസ് ക്രിസ്ത്യൻ മാരേജസ്. നമുക്കറിയാം ക്രിസ്ത്യൻ മാരേജസിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഡിവോഴ്സ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ക്രിസ്ത്യൻസിന്. അതാണ് ക്രിസ്ത്യൻ മാരേജ് ആക്ട്. മാരീഡ് വിമൻസ് പ്രോപ്പർട്ടി ആക്ട് സെക്യൂർസ് വിമൻസ് പ്രോപ്പർട്ടി റൈറ്റ്സ്. പല ആളുകളും സ്ത്രീകൾക്ക് സ്വത്തവകാശം ഇല്ല, പല കമ്മ്യൂണിറ്റികളിലും അങ്ങനെ ഒരു വാദമുണ്ട്. അങ്ങനെയല്ല, സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ട്. പാരന്റൽ, അതായത് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് അവർക്കുള്ള സ്വത്തവകാശമുണ്ട് എന്ന് തെളിയിക്കുന്നത് അല്ലെങ്കിൽ എന്ന് വാദിക്കുന്നതിനാണ് മാരീഡ് വിമൻസ് പ്രോപ്പർട്ടി ആക്ട്. Then Births, Deaths and Marriages Registration Act ensures legal registration. അപ്പൊ എല്ലാം രജിസ്റ്റർ ചെയ്യണം. അപ്പൊ കല്യാണമൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നത്, ലീഗൽ മാരേജ് അല്ല എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. കാരണം അയാൾ ചിലപ്പോൾ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, ഇത് ചിലപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചതായിരിക്കും, പക്ഷെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അവരെ ഭാര്യയായിട്ട് പോലും അംഗീകരിക്കില്ല. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസ് ആണ്. Then safety laws for women. ഏതൊക്കെയാണ്? വേറെ കുറച്ചുകൂടെ സേഫ്റ്റി ലോസ് ആണ്. പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, അല്ലെ, അതായത് സ്റ്റോപ്സ് ഏർലി മാരേജ്, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം തടഞ്ഞതുകൊണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് അലോസ് ഇന്റർഫെയ്ത്ത് സിവിൽ മാരേജസ്, അല്ലെ, അതായത് കാസ്റ്റ് മാറിയുള്ള ആളുകളെ കല്യാണം കഴിക്കാനുള്ള അവകാശം. ഹിന്ദു മാരേജ് ആക്ട് ഗവേൺസ് ഹിന്ദു മാരേജ് ലീഗലി. അതായത് വെറുതെ അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും എവിടുന്ന് താലി കെട്ടിയാലും വീട്ടിൽ നിന്ന് താലി കെട്ടിയാലും രജിസ്റ്റർ ചെയ്യണം. അപ്പോ അതിനനുസരിച്ചിട്ട് ആ രീതിയിലാണ് അതിന്റെ നിയമങ്ങൾ വരുന്നത്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ബാൻസ് ടേക്കിംഗ് ഓർ ഗിവിംഗ് ഓഫ് ഡൗറി, അല്ലെ. അപ്പൊ ഫോറിൻ മാരേജ് ആക്ട് which was passed in 1969 covers Indian marriages abroad. അപ്പൊ വിദേശികളൊക്കെ വിവാഹം കഴിക്കുന്നതിലുള്ള പ്രൊവിഷൻസ്, അതാണ് ഫോറിൻ മാരേജ് ആക്ട്. ദെൻ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട്. ഇനി ഡിവോഴ്സ് ആവുകയാണെങ്കിലും ഒരുപാട് നിയമങ്ങളുണ്ട്. ഫോർ ക്രിസ്ത്യൻ വിമൻ സീക്കിംഗ് ഡിവോഴ്സ്, നമ്മൾ പറഞ്ഞില്ലേ, അവർക്ക് ഡിവോഴ്സ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് വേറെ പ്രൊവിഷൻസ് ഉണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, ലീഗൽ അബോർഷൻ അണ്ടർ റൂൾസ്. ഇനി എങ്ങനെ അബോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഫീറ്റസ് എങ്ങനെ അബോർട്ട് ചെയ്യാം, അപ്പൊ അതിനും പ്രത്യേക നിയമം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഇൻക്ലൂഡ്സ് വിമൻ പ്രൊട്ടക്ഷൻ ലോസ്. അപ്പൊ ഇതില് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമവും
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് നമുക്കറിയാം, ഒരുപാട് സമരം ചെയ്തിട്ടാണ് തുല്യ ജോലിക്ക് തുല്യ കൂലി അല്ലെങ്കിൽ തുല്യ വേതനം എന്നുള്ള ആ ഒരു നിയമം വന്നത്. എൻഷുർസ് ഈക്വൽ വേജസ് ഫോർ വിമൻ, അല്ലെ? ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടായിരിക്കും കൂലി പൈസ കൊടുക്കുന്നത്. ഇൻഡീസെന്റ് റിപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് പ്രൊഹിബിറ്റ്സ് ഒബ്ജക്ടിഫൈയിങ് വിമൻ, സ്ത്രീയെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട്, ഒരു ചരക്ക് അല്ലെങ്കിൽ കാഴ്ചവസ്തുവായിട്ട് കാണിക്കുന്ന തരത്തിലുള്ള എന്ത് രീതിയിലായാലും, അല്ലെ, ഫിലിമിലായാലും പരസ്യങ്ങളിലായാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമമുണ്ട്. സേഫ്റ്റി ലോസ് ഫോർ വിമൻ ഇൻ ഇന്ത്യ, മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഡിവോഴ്സ്, അതുപോലെ മുസ്ലിം സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ മുസ്ലിം വിമൻ ആക്ട് ഉണ്ട്. എൻഷുർസ് പോസ്റ്റ് ഡിവോഴ്സ് റൈറ്റ്സ്, അതുപോലെ തന്നെ ഡിവോഴ്സ് ആവുമ്പോൾ എന്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നോക്കണം. പോലെ ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെലവിന് കൊടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ലോയില് പറയുന്നത്. കമ്മീഷൻ ഓഫ് സതി, സതി പ്രിവെൻഷൻ ആക്ട്, അതായത് ബാൻസ് പണിഷസ് സതി. സതി അറിയാലോ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീയും ആ ചിതയിൽ ചാടി മരിക്കും. അപ്പൊ അത് നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും അത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് സെറ്റപ്സ് വാച്ച് ഡോഗ് ഫോർ വിമൻസ് റൈറ്റ്സ്, അല്ലെ? ഇപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? വാച്ച് ഡോഗ് ഫോർ വിമൻസ് റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശങ്ങളെ സേഫ് ഗാർഡ് ചെയ്യുന്ന നിയമമാണത്. just passed in 1990. Prohibition of Sex Selection Act, അതായത് അബോർഷൻ ഒക്കെ, സെക്സ് സെലക്ട് ചെയ്തിട്ടുള്ള അബോർഷൻ ഒക്കെ ഇല്ലാതെക്കുന്ന ആക്ട് ആണത്. passed in 1994. Protection of Women from Domestic Violence Act, സ്ത്രീകളെ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്ന് സംരക്ഷിക്കുന്ന ആക്ട് passed in 2005. Shields from abuse at home, അല്ലെ? വീട്ടില് അവരെ പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിക്കുന്നതിന്, അല്ലെ, അതിനുള്ള ഒരു അതിനെതിരായിട്ടുള്ള ആക്ട് ആണ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. സേഫ്റ്റി ലോസ് ഫോർ വിമൻ ഇൻ ഇന്ത്യ കുറച്ചും കൂടെ ഉണ്ട്. ക്രിസ്ത്യൻ മാരേജ് ആക്ട് amended in 2008, updates for Christian couple. Then POCSO, നമുക്കറിയുന്ന കാര്യമാണ്, പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സെക്ഷൽ അബ്യൂസിൽ നിന്ന് സംരക്ഷിക്കുന്നു. സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട്, അതെന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് വാസ് പാസ്ഡ് ഇൻ 2013. സേഫ് വർക്ക് എൻവയറൺമെന്റ് എൻഷുർഡ്. അപ്പൊ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പുരുഷന്മാരോ ആരെങ്കിലും നമ്മളെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ നിയമപ്രകാരം അവർക്ക് ശിക്ഷയ്ക്കുള്ള അർഹതയുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അമെൻമെന്റ്, ലോവർ, അതായത് 18 വയസ്സിന് താഴെ, അതാണല്ലോ ജുവനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോവേഴ്സ് ഏജ് ഇൻ സീരിയസ് ക്രൈംസ്. അപ്പം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത്ര സിവിയർ ആയിട്ടുള്ള അല്ലാത്ത പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. ട്രിപ്പിൾ തലാഖ് അബോളിഷൻ ബിൽ, മുത്തലാഖ്, അല്ലെ? അപ്പൊ വളരെ വിവാദമായിട്ടുള്ള ഒരു നിയമമായിരുന്നു അത്. വിച്ച് വാസ് പാസ്ഡ് ഇൻ ദ പാർലമെന്റ് ഇൻ ദ ഇയർ 2017. ഡിക്ലെയർസ് ഇൻസ്റ്റന്റ് ട്രിപ്പിൾ തലാഖ് ഇല്ലീഗൽ, അതായത് ഒറ്റയടിക്ക് 3 തലാഖ് ചൊല്ലി ഡിവോഴ്സ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ട്രിപ്പിൾ തലാഖ് അബോളിഷൻ ബിൽ പാസ്സാക്കിയത്. പിന്നെ സേഫ്റ്റി ഓഫ് ഗേൾസ് ആൻഡ് വിമൻ അറ്റ് സ്കൂൾ, ഹോം ആൻഡ് വർക്ക് പ്ലേസ്. ഇനി സ്ത്രീകളുടെ സേഫ്റ്റി, കുട്ടികളുടെയും സ്കൂളിലും വർക്ക് പ്ലേസിലും വീട്ടിലും ഒക്കെ ഉള്ള സേഫ്റ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. വിമൻ ഫേസ് സേഫ്റ്റി ത്രെറ്റ്സ് അറ്റ് ഹോം, വീട്ടിൽ അവർ സുരക്ഷിതരാണോ? സ്കൂളിൽ സുരക്ഷിതരാണോ? വർക്ക് പ്ലേസിൽ സുരക്ഷിതരാണോ? നമ്മൾ ന്യൂസുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ത്രീ എവിടെ സുരക്ഷിതയല്ല. സേഫ്റ്റി ലോസ് അലോൺ ആർ നോട്ട് ഇനഫ്, ഡെയിലി വിജിലൻസ് ഈസ് ഇമ്പോർട്ടൻസ്. നിയമം മാത്രം പോരാ, ജാഗ്രതയും കൂടെ വേണം. എഡ്യൂക്കേഷൻ, അവയർനെസ് ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഹെൽപ്പ് എൻഷുർ സേഫ്റ്റി. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാവാം, നമ്മൾ എല്ലാത്തിനെ പറ്റിയിട്ടും അവെയർ ആയിരിക്കുക പറഞ്ഞ ബോധവാന്മാരാവാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ സപ്പോർട്ട്, അല്ലെ? ഇതൊക്കെ ഒരു സ്ത്രീക്ക് അത്യാവശ്യമാണ് ടു ബിക്കം സേഫ്. ഡൊമസ്റ്റിക് വയലൻസ്, സ്കൂൾ അബ്യൂസ് ആൻഡ് വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് ആർ കോമൺ. വീട്ടില് അവർക്ക് വയലൻസ് അനുഭവിക്കേണ്ടി വരുന്നു, സ്കൂളിൽ അബ്യൂസ്, അല്ലെ? സ്കൂളിൽ ഇതുപോലെ തന്നെയുള്ള വയലൻസുകളും അബ്യൂസുകളും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട് ചില കുട്ടികൾക്കൊക്കെ. അതുപോലെ തന്നെ വർക്ക് പ്ലേസിലും സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ഹരാസ്മെന്റും അനുഭവിക്കേണ്ടി വരുന്നു. ലീഗൽ പ്രൊവിഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ആൻഡ് സെൽഫ് ഡിഫൻസ് ആർ കീ ടൂൾസ്. ഇതിനൊക്കെയുള്ള ഒരു എന്താ പറയാ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയമപരമായിട്ട് കുറെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്, അല്ലെ? ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്ന സ്ഥാപനം ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂൾ ആയിക്കോട്ടെ, പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. ഇതിനെതിരെയുള്ള നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഡിഫൻസ്, അല്ലെ? സ്വന്തമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കണം.
Domestic violence against women and safety measures. Domestic violence is common in many families in India. നമുക്കറിയാം ഇപ്പോഴും ഭാര്യയെ തല്ലുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ഫാമിലീസിലും. ഇറ്റ് ക്യാൻ ബി വെർബൽ, ഹാർഷ് വേർഡ്സ് ഓഫ് ഫിസിക്കൽ അബ്യൂസ്. ഒരു പക്ഷെ ഒച്ച ഉയർത്തി സംസാരിക്കലാവാം, അല്ലെങ്കിൽ അടിക്കലോ, അങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള അബ്യൂസ് ആവാം. കോസ് ഡിഫർ ബൈ ക്ലാസ്, പോവർട്ടി, ആൽക്കഹോൾ, ഈഗോ, ഡൗറി, സസ്പീഷൻ. പലതിന്റെ പേരിലും അല്ലെ, ക്ലാസ് ഡിഫറൻസ് അനുസരിച്ചിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു തോത് പല രീതിയിലാണ്, ഡിഗ്രി പല രീതിയിലാണ്. പിന്നെ പോവർട്ടി അല്ലെ, ദാരിദ്ര്യമുള്ള ആളുകൾക്കാണ്, അല്ലെങ്കിൽ ലോ ക്ലാസ് പീപ്പിളിന്റെ ഇടയിലാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് കൂടുതലായിട്ട് കാണുക. ആൽക്കഹോളിസം, അതൊക്കെ ഇതിനൊരു കാരണമാണ്. ഈഗോ, ഡൗറി അല്ലെ, ഡൗറിയുടെ പേരിൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സംശയം, സസ്പീഷൻ. വിമൻ മേ ഫേസ് വയലൻസ് ഫ്രം ഹസ്ബൻഡ്, ഇൻലോസ് ഓർ സിബ്ലിങ്സ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഏട്ടൻ അടിച്ചു കഴിഞ്ഞാലും അത് ഡൊമസ്റ്റിക് വയലൻസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ, ഇവരൊക്കെ ചെയ്യുന്നതും ഡൊമസ്റ്റിക് വയലൻസ് ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ക്യാൻ റിഡ്യൂസ് ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട്സ്. പക്ഷെ ഇതിനെപ്പറ്റി അവെയർ ചെയ്താൽ, എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടുന്നതോടെ എന്താണ്, ഡൊമസ്റ്റിക് വയലൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. Types of domestic violence ഏതൊക്കെയാണ്? verbal abuse like harsh words can affect mental health അല്ലെ. അതായത് ഉറക്കി സംസാരിക്കുന്നത് പോലും എന്താണ്, ടൈപ്പ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. അത് അവരുടെ മാനസിക നിലയെ ബാധിക്കുന്നുണ്ട്. ഫിസിക്കൽ വയലൻസ് ഇൻക്ലൂഡിംഗ് ബീറ്റിംഗ്, സ്റ്റാബിംഗ് ഓർ മർഡർ അല്ലെ. എന്നൊക്കെ ഇന്നത്തെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പത്രം തുറന്നു കഴിഞ്ഞാൽ. വർക്കിംഗ് ക്ലാസ് കോസസ് ഇൻടോക്സിക്കേഷൻ, ജോബ്ലെസ്നെസ്, ആങ്കർ ഡിപ്ലേസ്മെന്റ്. അതുപോലെ തന്നെ ഇൻടോക്സിക്കേഷൻ, ആൽക്കഹോൾ, അതുപോലെ തന്നെ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ജോബ്ലെസ്നെസ്, ഒരു പക്ഷെ ഹസ്ബൻഡിന് ജോലി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അയാൾക്ക് പിന്നെ ആകെ ഒരു ഈഗോ ഒക്കെ വരും അല്ലെ. അപ്പൊ എല്ലാത്തിന് ആങ്കർ, ആരോടെങ്കിലുള്ള ദേഷ്യ ഭാര്യയോട് തീർക്കുക. ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. മിഡിൽ ക്ലാസ് കോസസ് അല്ലെ, മിഡിൽ ക്ലാസിന്റെ ഇടയിൽ എങ്ങനെയാണ് ഡൊമസ്റ്റിക് വയലൻസ് വരുന്നത്? ഡൗറി, ഈഗോ ക്ലാഷസ്, നെഗ്ലക്ട് ഓഫ് ഹോം ഡ്യൂട്ടീസ് അല്ലെ. വീട്ടില് മക്കളെ നോക്കിയില്ല അല്ലെ. പിന്നെ ഈഗോ, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ട്, അപ്പൊ ഒരു ഈഗോ ഉണ്ടാവും. ഓക്കെ, എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അവളെന്താ ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഈ രീതിയിൽ ക്ലാഷസ് ഉണ്ടാവുന്നുണ്ട് വീട്ടില്. വിമൻ ഓഫർ സഫർ ഇൻ സൈലൻസ് ഡ്യൂ ടു ഫിയർ ഓർ സോഷ്യൽ സ്റ്റിഗ്മ. സ്ത്രീകൾ അത് നിശബ്ദമായിട്ട് അനുഭവിക്കുന്നു. കാരണം എന്താണ്, സോഷ്യൽ സ്റ്റിഗ്മ, സൊസൈറ്റിയെ പേടിച്ചിട്ട്, സ്വന്തം വീട്ടുകാരെ പേടിച്ചിട്ടും ഭാര്യമാരിത് ചിലപ്പോ മൂടി വെക്കും അല്ലെ. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് നമ്മൾ കാണുന്നതാണ്. ദെൻ കോസസ് ഫോർ ഡൊമസ്റ്റിക് വയലൻസ്. എന്തൊക്കെയാണ് ഈ ഡൊമസ്റ്റിക് വയലൻസിനുള്ള കാരണങ്ങൾ? ലാക്ക് ഓഫ് കമ്പാറ്റിബിലിറ്റി ആൻഡ് റെസ്പെക്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. പരസ്പരം ബഹുമാനമില്ലായ്മ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു ജീവിതം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം. അതർവൈസ് മറ്റുള്ളവര് നമ്മളെ അടിമകളാണെന്ന് തോന്നിക്കഴിഞ്ഞാലാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവുന്നത്. സസ്പീഷൻ, ഈഗോ ആൻഡ് സെൽഫിഷ് ബിഹേവിയർ വാസ് ഇൻ ദ സിറ്റുവേഷൻ. അതുപോലെ തന്നെ സംശയം, ഈഗോ, സെൽഫിഷ്നെസ് അല്ലെ, ഇതൊക്കെ ഡൊമസ്റ്റിക് വയലൻസിന് ഒരു കാരണമായേക്കാം. ആൽക്കഹോളിസം ആൻഡ് പോവർട്ടി ആർ മേജർ ട്രിഗേഴ്സ് അല്ലെ. പൈസ ഇല്ലാത്തതിന്റെ കുറ്റം ഭാര്യയിൽ ചാർത്തിയിട്ട് ഭാര്യനെ അടിക്കാം, അതുപോലെ കള്ളുടിച്ച് വന്നിട്ട് ഭാര്യയെ അടിക്കുക അല്ലെ. ഇതൊക്കെ വളരെ കോമൺ ആണ്. നെഗ്ലക്ട് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഹോം ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ. ഇപ്പൊ ആ അവസ്ഥയിലുള്ള കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ ഒരു സിറ്റുവേഷനിലുള്ള അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അവരുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതെയായി മാറാം. ഔട്ട്സൈഡ് ഇന്റർഫറൻസ് ആൻഡ് എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ് കോസ് കോൺഫ്ലിക്ട്സ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ വേറെ ആരെങ്കിലും അതിലിടപെടുക, അത് പ്രശ്നം കുറച്ചുകൂടെ വഷളാക്കുകയേ ചെയ്യുള്ളൂ. പിന്നെ എക്സ്ട്രാ മാരിറ്റൽ, വിവാഹേതര ബന്ധങ്ങള്, ഇതൊക്കെ ഡൊമസ്റ്റിക് വയലൻസിന് ഒരു കാരണമാവാം. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ്ഡ് ഇൻ 2005. എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്? പ്രൊട്ടക്ട്സ് വിമൻ ഫ്രം ഫിസിക്കൽ, മെന്റൽ, സെക്ഷുവൽ ആൻഡ് ഇക്കണോമിക് അബ്യൂസ്. അതായത് ശാരീരികവും മാനസികവും സെക്ഷലും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള അബ്യൂസ്, സ്ത്രീകൾക്ക് നേരെയുള്ള അബ്യൂസിനെ എതിരെയാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ മുകളിലൊക്കെ സ്ത്രീ വയലൻസ് നേരിടേണ്ടി വരുന്നുണ്ട്, വീട്ടിലായാലും പുറമെ ആയാലും. ഇൻക്ലൂഡ്സ് വൈഫ്, മദർ, സിസ്റ്റർ ആൻഡ് ഡോട്ടേഴ്സ് ഇൻ പ്രൊട്ടക്ഷൻ അല്ലെ. ഭാര്യയെ മാത്രമല്ല, അമ്മയെ ഇതുപോലത്തെ രീതിയിൽ ചൂഷണം ചെയ്താലോ, സിസ്റ്ററിനെയോ മകളെയോ ഒക്കെ ചൂഷണം ചെയ്താൽ ഈ നിയമം വെച്ചിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആക്ട് ആണത്. വിക്ടിംസ് ക്യാൻ ലിവ് ഇൻ ലോസ് ഹൗസ് വിതൗട്ട് ബീയിങ് ഫോഴ്സ്ഡ് ഔട്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കണം എന്നുള്ളത് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അവർക്ക് നിൽക്കാം, പക്ഷെ നിൽക്കണം എന്നുള്ളത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. 1 year ജയിൽ ഓർ ഫൈൻ ഫോർ ഒഫൻഡേഴ്സ്. പിന്നെ ഇത്
പറഞ്ഞ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഭാര്യ കേസ് കൊടുക്കുകയാണ് അതിനെതിരെ എന്നുണ്ടെങ്കിൽ അവർക്ക് 1 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാനൊക്കെ ഉള്ള വകുപ്പുകളുണ്ട്. NGOs and women welfare officers can assist victims. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മീൻസ് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്കെതിരെ ആയിരിക്കും കേസ് കൊടുക്കുന്നത്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോൺ ഗവൺമെന്റൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ വിമൻസ് സെല്ലൊക്കെ അതുപോലത്തെ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി ഓഫ് വിമൻ അറ്റ് ഹോം ഫ്രം ആന്റി സോഷ്യൽ എലമെന്റ്സ് അല്ലെ. ആന്റി സോഷ്യൽ എലമെന്റ്സ് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം ഈ ഡ്രഗ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ക്രിമിനൽസ് മേ ലൈ ടു ഗെയിൻ എൻട്രി ഇൻ ടു ഹോംസ്, ആക്സിഡന്റ്സ്, ഡൊണേഷൻസ് ഒക്കെ. അപ്പൊ നമുക്കറിയാം ഈ ക്രിമിനൽസിന് അവര് മീൻസ് സ്ത്രീകളെ വശീകരിക്കാൻ അല്ലെങ്കിൽ അവരെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. വിമൻ അലോൺ അറ്റ് ഹോം ആർ ഓഫൻ ടാർഗറ്റഡ് ബൈ ട്രിക് സെറ്റേഴ്സ് അല്ലെ. സ്ത്രീ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോഴാണ് ഇവര് കൂടുതലായിട്ട് അവരാർക്കും പ്രൊട്ടക്ട് ചെയ്യാനില്ല എന്ന് തോന്നലുണ്ടാവുമ്പോഴാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻക്ലൂഡ് അലേർട്ടിംഗ് നെയ്ബേഴ്സ് ആൻഡ് പോലീസ്. അപ്പൊ എന്ത് ചെയ്യുക, നെയ്ബേഴ്സിനെ പോലീസിനെ ഒക്കെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള സെക്യൂരിറ്റി മെഷേഴ്സ്. പോലീസിന്റെ നമ്പറൊക്കെ എപ്പോഴും എടുത്തു വെക്കുക, അതേപോലെ തന്നെ നെയ്ബേഴ്സിനെ പോയിട്ട് വിളിക്കുക. Then urban homes should have CCTV and safety alarms. അല്ലെ, CCTV ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആണ്. അവോയ്ഡ് ആൻസറിങ് ഡോർസ് ഫോർ സ്ട്രേഞ്ചേഴ്സ് എസ്പെഷ്യലി അറ്റ് നൈറ്റ്. അല്ലെ, സ്ട്രേഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കാതിരിക്കുക, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ. Then violence against girls at school and their safety. ഇനി സ്കൂൾ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ സേഫ്റ്റി ഇഷ്യൂസ് എങ്ങനെ നേരിടും? Girls face threats from school staff, students or outsiders. പുറത്തുള്ള ആളുകൾ വന്നിട്ടും അതുപോലെ സ്കൂളിലുള്ള സ്റ്റാഫ്, മേ ബി ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ എൽഡേഴ്സ് അല്ലെങ്കിൽ സ്വന്തം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാവാം. അവരൊക്കെ ഇതുപോലെ തന്നെ പെൺകുട്ടികളെ പല രീതിയിൽ അവർക്കെതിരെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. Then education about the body safety must start early. എന്താണ് എങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ഗുഡ് ടച്ച് ബാഡ് ടച്ച്, ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം. Parents should teach children about good touch and bad touch. Schools must hire morally sound staff. അല്ലെ, അപ്പൊ അങ്ങനെ ഒരു ഇമോറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റാഫിനെ ഒന്നും സ്കൂളിൽ എടുക്കാതിരിക്കുക. അത് സ്കൂളിൽ ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് മാനേജ്മെന്റിനൊക്കെ. കംപ്ലൈന്റ് ഹാൻഡ്ലിംഗ് ആൻഡ് സസ്പെൻഷൻ ഓഫ് ഒഫൻഡേഴ്സ് ഇസ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് ഫോർവേഡ് ചെയ്യുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ പോക്സോ ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഫോർവേഡ് ചെയ്തിട്ടില്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെയൊക്കെയാണ് കേസ് എടുക്കുന്നത്. ദെൻ പ്രൈമറി സ്കൂൾ ലെവലിലുള്ള issues എന്തൊക്കെയാണ്? ഗേൾസ് ഏജ്ഡ് 5 to 10 ആർ ഓൾസോ വിക്ടിംസ് ഓഫ് സെക്ഷൽ അബ്യൂസ്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അവര് ചെറിയ ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും അവസരം മുതലാക്കുന്നുണ്ട്. ടീച്ചേഴ്സ്, പ്യൂൺസ് ആൻഡ് ഈവൻ ഹെഡ് മാസ്റ്റേഴ്സ് മേ ബി ഒഫൻഡേഴ്സ്. അല്ലെ, പല വാർത്തകളിലും ഇവരൊക്കെ വില്ലന്മാരായിട്ട് നമ്മൾ കാണുന്നതാണ്. ചൈൽഡ് ഫ്രണ്ട്ലി സെക്സ് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ഗിവൺ. അതുകൊണ്ട് അവർക്ക് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് തോന്നണം. അല്ലെ, അവര് ഒരു അബ്യൂസീവ് ആയിട്ട് തോന്നാനും പാടില്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാം. ടീച്ചേഴ്സ് ക്യാരക്ടർ ഷുഡ് ബി വെരിഫൈഡ് ബിഫോർ അപ്പോയിന്റ്മെന്റ്. അല്ലെ, ടീച്ചറിന്റെ ക്യാരക്ടറും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നതിന് മുൻപ്. സ്കൂൾ ഹെഡ്സ് മസ്റ്റ് സൂപ്പർവൈസ് സ്റ്റാഫ് സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ. അപ്പോൾ ഹെഡ് മിസ്ട്രസിന്റെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിന്റെ ഡ്യൂട്ടിയാണ് ഇത് മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. ഹൈസ്കൂൾ സ്റ്റേജ് ആവുമ്പോൾ എന്താണ്, സ്റ്റുഡൻസ് 10 to 16 കുറച്ചുകൂടെ വലുതായി ആർ ഇൻ പ്രീ അഡോളസെന്റ് ഓർ അഡോളസെന്റ് സ്റ്റേജ്. അല്ലെ, ആ സ്റ്റേജിന് അതാണ് നമ്മൾ പറയുന്നത്. ഇൻഫ്ലുവൻസസ് ലൈക്ക് മീഡിയ ആൻഡ് ബാഡ് കമ്പനി ഇൻക്രീസ്. അല്ലെ, ആ സമയത്ത് സോഷ്യൽ മീഡിയയുടെയും ചീത്ത കൂട്ടുകെട്ടിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്, തുടങ്ങുന്ന കാലഘട്ടമാണ്. ആരും പറഞ്ഞാൽ കേൾക്കില്ല, ആ ഒരു അവസ്ഥയൊക്കെയാണ് ഈ ഒരു ഏജിൽ ഉണ്ടാവുന്നത്. ബോയ്സ് മേ ഇൻഡൽജ് ഇൻ ടീസിങ് ഓർ സ്റ്റോക്കിംഗ് ഗേൾസ്. അല്ലെ, അപ്പൊ ബോയ്സ് പലപ്പോഴും ഈ സ്റ്റോക്കിങ്ങിലും മറ്റുള്ള പെൺകുട്ടികളെ എന്താ പറയാ ടീസ് ചെയ്യുക, ഈ ടീസൊക്കെ നടക്കുന്ന കാലമാണ്, പിന്നാലെ നടക്കുക. ബോയ്സ് മേ അതുപോലത്തെ ഒരു അവസ്ഥയാണ്. സ്റ്റുഡൻസ് മസ്റ്റ് ബി ടോട്ട് ദ മീനിങ് ഓഫ് ലവ് നോട്ട് ലസ്റ്റ്. അപ്പൊ അവരെ പറഞ്ഞ് പഠിപ്പിക്കുക, അതായത് എന്താണ് സ്നേഹം, അതൊരിക്കലും ലെസ്റ്റ് അല്ല. ലെസ്റ്റ് അല്ലെ, അത് ഫിസിക്കൽ അല്ല, സെക്ഷുവൽ അല്ല, അതിനപ്പുറത്താണ് സ്നേഹം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. സ്കൂൾസ് ഷുഡ് പ്രൊവൈഡ് മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അല്ലെ, കൗൺസിലിങ്ങും മോറൽ എഡ്യൂക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഹയർ സെക്കൻഡറി സ്റ്റേജ് ആകുമ്പോൾ കുറച്ചുകൂടെ വലുതായി 16 to 18, പക്ഷെ അപ്പോഴും പ്രായപൂർത്തിയായിട്ടില്ല.
Students aged 16 to 18 may show rebellious or offensive behavior. പ്ലസ് ടുവിലെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് അവർക്കൊരു എന്താണ് റിബല്യസ് ക്യാരക്ടർ ആണ് ഉണ്ടാവുക. ടീസിങ് ആൻഡ് ബോഡി ഷേമിങ് ആർ കോമൺ ഇഷ്യൂസ്. അവിടെ വരുന്ന കോമൺ ഇഷ്യൂസ് ആണ് ടീസിങ്, അല്ലെ, കളിയാക്കുക, ബോഡി ഷേമിങ്. സ്കൂൾസ് ഷുഡ് സപ്പോർട്ട് ആർട്സ്, സ്പോർട്സ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ ഈ ആർട്സും സ്പോർട്സും പേഴ്സണൽ ഗ്രോത്തും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. കാരണം ഈ കുട്ടികൾക്ക് എന്താ പറയാ മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു കാരണം ചിലപ്പോൾ ഇതാവാം, ഈ ടീസിങ് ആൻഡ് ബോഡി ഷേമിങ് ആവാം. അപ്പൊ അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം, ചെയ്യുന്ന കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് ശിക്ഷ കിട്ടുന്നതാണ്, നിയമം ഉണ്ട് ഇതിനെതിരായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാം. ഡിസ്റെസ്പെക്ട് ഓർ സർക്കാസം ടുവേർഡ്സ് പിയേഴ്സ് ഷുഡ് ബി കാർബ്ഡ്. അതുപോലെ തന്നെ കുട്ടികളെ സ്വന്തം ക്ലാസ്സിലുള്ള കുട്ടികളെ പിയേഴ്സിനെയൊക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെ കളിയാക്കുന്ന രീതിയൊക്കെ ഡിസ്കറേജ് ചെയ്യാം. ടീച്ചേഴ്സ് മസ്റ്റ് ബി റോൾ മോഡൽസ് ആൻഡ് ഒബ്സർവേഴ്സ് ഓഫ് ബിഹേവിയർ. ടീച്ചർ ഒരിക്കലും കളിയാക്കാൻ പാടില്ല. ഇങ്ങനത്തെ ടെൻഡൻസികൾ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ സ്കൂളിൽ ഉണ്ടെങ്കിൽ അത് ഡിസ്കറേജ് ചെയ്യുക. ഇറ്റ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ടീച്ചർ. സേഫ്റ്റി ഓഫ് വിമൻ ഇൻ വർക്ക് പ്ലേസസ്. ഇനി ജോലി സ്ഥലങ്ങളിലെ സ്ത്രീകളുടെ സേഫ്റ്റി. വിമൻ ഫേസ് ഹരാസ്മെന്റ് ബൈ സുപ്പീരിയേഴ്സ് ഓർ കൊളീഗ്സ്, അല്ലെ, കൊളീഗ്സും സുപ്പീരിയേഴ്സും ഒക്കെ പലതരത്തിലുള്ള ഹരാസ്മെന്റ് സ്ത്രീകൾക്കെതിരെ നടത്തുന്നുണ്ട്. പല ഇൻസിഡൻസ് നമുക്കറിയാം. മെനി കേസസ് കം ഫ്രം ഓഫീസസ്, കോളേജസ് ആൻഡ് പോളിറ്റിക്സ്, അല്ലെ. അപ്പോ ഓഫീസിലായാലും കോളേജിലായാലും ഈ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. The 2013 Sexual Harassment Act ensures workplace safety. അപ്പൊ ഇതിനെതിരായിട്ടുള്ള നിയമമാണ് 2013 Sexual Harassment Act. All employers must set up internal committees, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ട് ഇത് മോണിറ്റർ ചെയ്യണം, ഇങ്ങനത്തെ വല്ല ഹരാസ്മെന്റ് ഇട്ടോ എന്നുള്ളത്. വർക്ക്ഷോപ്സ് മസ്റ്റ് റേസ് അവയർനെസ് ഓൺ സേഫ് ബിഹേവിയർ. അപ്പൊ സേഫ് ബിഹേവിയറിന് അതായത് ചിലപ്പോൾ പുരുഷന്മാർക്ക് അറിയാഞ്ഞിട്ടാണോ അറിയില്ല, അപ്പൊ അവരോട് പറയാ ഇങ്ങനെയൊക്കെ നിങ്ങൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒഫെൻസീവ് അഗൈൻസ്റ്റ് ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പണിഷബിൾ ഒഫൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, ലീഗൽ പ്രൊവിഷൻസ്, എന്തൊക്കെ നിയമങ്ങൾ അതിനെതിരെ ഉണ്ട്. വർക്ക് പ്ലേസസ് മസ്റ്റ് ബി സേഫ് ഫോർ വിമൻ, അല്ലെ. സ്ത്രീയെ എപ്പോഴും സംരക്ഷിക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ വിസിറ്റേഴ്സ്, അല്ലെ, ഇപ്പൊ ഒരു ഓഫീസ് ആണെങ്കിൽ വരുന്ന ആളുകളും മാന്യന്മാരായിരിക്കണം. ഡിസ്പ്ലേ ബോർഡ് വാർണിംഗ് അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് ഈസ് മാൻഡേറ്ററി. അതുപോലെ തന്നെ പോസ്റ്ററോ അതുപോലെ തന്നെ ബോർഡുകളൊക്കെ വെക്കാം അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസസ്. അതിനെ പറ്റിയിട്ട് ഏതൊക്കെ നിയമങ്ങളുണ്ട് എന്നുള്ളത് എന്താണ് നമ്മൾ ഷോക്കേസ് ചെയ്യണം. ഇന്റേണൽ കമ്മിറ്റി മസ്റ്റ് ഹാൻഡിൽ കംപ്ലൈന്റ്സ്. ഓക്കെ, ഒരു എന്താണ് ഇപ്പൊ കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഹരാസ്മെന്റ് റിഡ്രസൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാവും. Then accused must attend inquiries, action should follow. അപ്പൊ അതുപോലെ തന്നെ ഈ കമ്മിറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ പണിഷ് ചെയ്യണം, അല്ലെ, അവർക്കെതിരായിട്ടുള്ള നിയമ നടപടികളിലേക്ക് അവരെ വിട്ടുകൊടുക്കണം. പോലീസ് ഹെൽപ്പ് മേ ബി ടേക്കൻ ഇഫ് അക്യൂസ്ഡ് ഈസ് ആൻ ഔട്ട്സൈഡർ. പുറത്തുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പോലീസിലേക്ക് പോയിട്ട് തന്നെ പരാതി കൊടുക്കാം. Then protecting girls, women and female workers from anti-social elements. എന്തൊക്കെയാണ് അവരെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? സെക്ഷൽ ഹരാസ്മെന്റ് ക്യാൻ ഒക്കർ അറ്റ് ഹോം, വർക്ക്, സ്കൂൾ ഓർ ട്രാവൽ, അല്ലെ. ഈ സംഭവങ്ങളിലൊക്കെ വീട്ടിലോ വർക്ക് പ്ലേസിലോ സ്കൂളിലോ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ സെക്ഷൽ ഹരാസ്മെന്റ് സംഭവിക്കും. ബസ്സിലൊക്കെ ഉള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറ്. സ്കൂൾ ബേസ്ഡ് സൊല്യൂഷൻസ് ഇൻക്ലൂഡ് കൺട്രോൾ, റീഡിസൈൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പൊ സ്കൂളിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അല്ലെ. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലൂടെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഏറ്റവും നല്ല സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ, ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ് ത്രൂ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലൂടെ, അതായത് ഇപ്പൊ പുരുഷന്മാരായാലും എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ മോശമാണ് എന്നുള്ളൊരു ചിന്ത അവർക്ക് തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് പണിഷബിൾ ഒഫൻസ് ആണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ ഫർദർ ആയിട്ട് ഇതുപോലെ പീഡനങ്ങൾക്കൊന്നും വരില്ലായിരിക്കാം. അവയർനെസ് പ്രോഗ്രാംസ് ഹെൽപ്പ് പ്രിവെന്റ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ അവയർനെസ് പ്രോഗ്രാംസ്, ബോധവൽക്കരണ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക. എവ്രിവൺ മസ്റ്റ് സ്റ്റോപ്പ് വിമൻസ് സേഫ്റ്റി, നോട്ട് ജസ്റ്റ് ദ ലോ, അല്ലെ. സ്ത്രീകളുടെ അവരുടെ ആ ഒരു റിപ്രസെന്റേഷന് വേണ്ടിയിട്ട് അവരുടെ സേഫ്റ്റി ആയിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. അല്ലാതെ നിയമമുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നുള്ളതല്ല. ദേ ആർ ഓൾസോ ഇൻഡിവിജ്വൽസ് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കുക. ദെൻ പേഴ്സണൽ സേഫ്റ്റി സ്ട്രാറ്റജീസ്. ഏതൊക്കെയാണ് സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ സ്വീകരിക്കാൻ പറ്റും? അവയർനെസ് ഇസ് ദ ഫസ്റ്റ് ബെസ്റ്റ് സെൽഫ് ഡിഫെൻസ്. നമ്മൾ ബോധവാന്മാരായിരിക്കാം. ഓക്കെ, ക്രൈം റേറ്റും ഈ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ
പോവാതിരിക്കുക. ന്യൂ സറൗണ്ടിങ്സ് ആൻഡ് പൊട്ടൻഷ്യൽ റിസ്ക് അല്ലെ, അതായത് നമ്മള് യാത്ര ചെയ്യുമ്പോഴായാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മൾ മനസ്സിലാക്കാം. യൂസ് ഓഫ് ഇൻറ്റ്യൂഷൻ ഹെൽപ്സ് അവോയ്ഡ് ഡേഞ്ചർ. ഡേഞ്ചർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ അവിടുന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോവാം. ട്രസ്റ്റ് യുവർ ഗട്ട് ഫീലിംഗ് അബൌട്ട് പീപ്പിൾ ആൻഡ് പ്ലേസ്. ഗട്ട് ഫീലിംഗ് നമുക്ക് തോന്നൂലോ, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ മോശമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഒരാളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ഓർ നോട്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാം. അവോയ്ഡ് പ്ലേസസ് ദാറ്റ് ഫീൽ അൺസേഫ് അല്ലെ, അൺസേഫ് ആയിട്ടുള്ള പ്ലേസസ് അവോയ്ഡ് ചെയ്യുക, അവിടെ പോവാതിരിക്കുക. സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് ഇംപ്രൂവ്സ് കോൺഫിഡൻസ് ആൻഡ് സ്കിൽ അല്ലെ. അപ്പൊ എന്താ പറയാ, ഇതുപോലെ തന്നെ കുങ്ഫു കരാട്ടെ ഒക്കെ പഠിക്കുക. എസ്കേപ്പ് സ്ട്രാറ്റജി റൺ ആൻഡ് ഷൗട്ട് ടു അട്രാക്ട് പീപ്പിൾ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ത്രോവിംഗ് ബാഗ്സ് ടു ഡിസ്ട്രാക്ട് അറ്റാക്കർ ഇൻ എ സ്മാർട്ട് മൂവ് അല്ലെ, കണ്ടിട്ടില്ലേ, ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, ബാഗ് എറിയുക, കല്ലെടുത്തെറിയുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യാം. ഇഫ് അറ്റാക്ക് ദി എയിം ഓഫ് അറ്റാക്കേഴ്സ് ഐസ് ഓഫ് ജോസ് അല്ലെ, അപ്പൊ അവരുടെ കണ്ണോ അല്ലെങ്കിൽ ജോ അല്ലെ, അതൊക്കെ നോക്കിയിട്ട് അടിക്കുക. ഓക്കെ, then other precautionary measures, pepper spray can help but may not always be effective. Don't rely on tools. Presence of mind is key. നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കുക. ചിലപ്പോൾ നമുക്കത് ആക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അപ്പൊ അതുകൊണ്ട് എപ്പോഴും അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സെൽഫ് ഡിഫെൻസ്. ലോക്ക് ഡോർസ് വിൻഡോസ് ഈവൻ വെൻ അലോൺ അറ്റ് ഹോം അല്ലെ, വാതിലൊക്കെ പൂട്ടിയിരിക്കുക. ഡോണ്ട് ഓപ്പൺ ഡോർ ടു അൺനോൺ പേഴ്സൺസ്. രാത്രിയൊന്നും വാതിൽ തുറന്നു കൊടുക്കാതിരിക്കുക. Especially safe rooms with strong doors can protect during home invasion. അതുപോലെ തന്നെ ആരെങ്കിലും വീട്ടിൽ അതിക്രമിച്ച് കയറുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോർ ഉള്ള റൂമിൽ കയറി വാതിലടച്ചിരിക്കുക. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ദെൻ ട്രാവൽ ആൻഡ് സൈബർ സേഫ്റ്റി ടിപ്സ്. സൈബർ സേഫ്റ്റിക്കും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ലോക്ക് കാർ ഡോർസ് ആൻഡ് റേസ് വിൻഡോസ് ഡ്യൂറിങ് ട്രാവൽ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോർ ലോക്ക് ചെയ്യുക, വിൻഡോ ഗ്ലാസ് ഒക്കെ കയറ്റി വെക്കുക. ബിവെയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് ഇൻ ഹോട്ടൽസ് ഓർ അൺനോൺ പ്ലേസസ്. അതുപോലെ തന്നെ ഹോട്ടലിൽ റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനെയൊന്നും എന്റർടൈൻ ചെയ്യാതിരിക്കുക. അവോയ്ഡ് ഓപ്പണിംഗ് ഹോട്ടൽ ഡോർസ് വിതൗട്ട് ചെക്കിംഗ് ഐഡന്റിറ്റി. അപ്പൊ അതുപോലെ ആരെങ്കിലും വന്ന് നമ്മളെ വിളിക്കുകയാണ്, ഞാൻ ഇപ്പോ റൂം ബോയ് ആണെന്ന് പറയാൻ ഐഡന്റിറ്റി കാർഡ് ചോദിക്കുക, എൻഷുർ ചെയ്യുക അവരത് തന്നെയാണെന്നുള്ളത്. Online safety, don't share personal info or photos to strangers. Stay informed about cyber fraud and report threats. നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഈ ഒരു ഫോണും ഓൺലൈൻ ആയിട്ട് തട്ടിപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി ബോധവാന്മാരാവുക ആൻഡ് അവെയർ ആവുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ hope it is understood. We have to wind up. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ടുള്ള സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയാം. ഹോപ്പ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് ചോദിക്കുക. ടെക്സ്റ്റ് വായിക്കുക, അതുപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട് വൈൻ പ്രിപ്പയറിംഗ് ഫോർ എക്സാമിനേഷൻസ് ഓൾസോ. അപ്പൊ അതുകൊണ്ട് താങ്ക് യു ഫോർ ലിസണിങ്.